നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം അടുക്കള മുതൽ വഴിയോര കടകളിലും കുടിക്കുന്ന വെള്ളത്തിലും വരെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഷിഗെല്ല സോണിയെ എന്ന ബാക്ടീരിയ. ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരുതരം രോഗമാണ് ഇത്. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗത്തിനു കാരണമായ ബാക്ടീരിയ പെരുകുന്നതും പടരുന്നതും. ഷിഗെല്ല അണുബാധ തടയാൻ മുൻകൂട്ടി കഴിക്കാവുന്ന പ്രതിരോധ മരുന്നുകളോ അംഗീകൃത വാക്സിനുകളോ നിലവിൽ ലഭ്യമല്ല. എന്നാൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. രോഗകാരണമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും രോഗവ്യാപനം തടയാനും ആന്റിബയോട്ടിക്കുകളാണ് പ്രയോഗിക്കുന്നത്. പ്രതിരോധമാണ് ഈ രോഗത്തിനെതിരായി പ്രധാനമായും വേണ്ടത്. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി ഷിഗെല്ല ബാധിതരുടെ വർധന. ഇന്നലെ 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം മാത്രം 79 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 155 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മൊത്തം കേസുകൾ 146 ആണ്. 5 പേർ രോഗം ബാധിച്ചു മരിച്ചു. ഇതിൽ ഒരാൾ മാർച്ചിലാണ് മരിച്ചത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗെല്ല മരണം സംഭവിച്ചത്. കോഴിക്കോടും മലപ്പുറത്തും 2 മരണങ്ങളുണ്ടായി. കോഴിക്കോട് ഷിഗെല്ല ബാധിച്ച് ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഗുരുതരമാണ്. ഞായറാഴ്ച അവലോകനം നടത്തിയപ്പോൾ 2 കുട്ടികളുടെ നില ഗുരുതരമായിരുന്നു. അതിലൊരു കുട്ടിയാണ് ഇന്നലെ മരിച്ചത്. ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന കുടലിലെ ഗുരുതരമായ അണുബാധയാണ് ഷിഗെല്ലോസിസ്. അതിശക്തമായ വയറിളക്കം, പനി, വയറുവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വെള്ളം പോലെ മലം പോകുന്ന അവസ്ഥയും മലത്തോടൊപ്പം രക്തവും ചേർന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും അപകട സാധ്യത കൂടും. ഭൂരിപക്ഷം കേസിലും മരുന്നുകളും ORSഉം കൊണ്ട് ചികിത്സിക്കാം. അപൂർവമായി തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി സങ്കീർണമാകാം. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. രോഗിയുടെ മലം കൾച്ചർ ചെയ്താണ് രോഗാണുവിനെ കണ്ടെത്തുന്നത്. അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ 1-2 ദിവസത്തിനകം ലക്ഷണങ്ങൾ തുടങ്ങും. 7 ദിവസം വരെ നീണ്ടുനിൽക്കും. കടുത്ത വയറിളക്കം, മലത്തിൽ രക്തവും കഫവും കാണപ്പെടുക, കടുത്ത പനി, വയറുവേദന, വയറ് കോച്ചിപ്പിടുത്തം, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം. ORS ലായനി, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം എന്നിവ കുടിക്കാം. ORS എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭ്യമാണ്. ചെറിയ രീതിയിൽ മാത്രം രോഗലക്ഷണങ്ങളുള്ളവരിൽ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ പൊതുവെ ആവശ്യമായി വരാറില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുക. രോഗലക്ഷണങ്ങൾ സാധാരണ നിലയിൽ ഒരാഴ്ചയ്ക്കകം മാറുമെങ്കിലും രോഗബാധിതരായ കുട്ടികളിലും മുതിർന്നവരിലും അതീവ ശ്രദ്ധ വേണം. നിർജ്ജലീകരണം തടയുക എന്നതാണ് ഈ രോഗികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. രോഗാണുക്കൾ അടങ്ങിയ മലിനജലം കുടിക്കുന്നതിലൂടെയും മലിനജലം ഉപയോഗിച്ച് പാകം ചെയ്ത ആഹാരം കഴിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും രോഗം പടരുന്നത്. രോഗിയുടെ വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ കൈകളിലോ ഈച്ചകൾ വഴിയോ ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും എത്തുമ്പോഴും അണുബാധ ഉണ്ടാകാം. ഷിഗെല്ല രോഗിയുടെ മലത്തിലൂടെയാണ് രോഗാണു പുറത്തെത്തുന്നത്. ശുചിമുറിയിലല്ലാതെ മലവിസർജനം നടത്തിയാലോ കക്കൂസ് ടാങ്ക് തുറന്നു കിടന്നാലോ ടോയ്ലറ്റിനടുത്ത് തന്നെ കിണറുകളോ ജലാശയങ്ങളോ ഉണ്ടെങ്കിലോ രോഗാണുക്കൾ വെള്ളത്തിൽ കലരാനുള്ള സാധ്യതയുണ്ട്. വയറിളക്കമുള്ളയാൾ മലവിസർജ്ജനത്തിനു ശേഷം കൈ കഴുകാതെ ഭക്ഷണം പാചകം ചെയ്താലും കുട്ടികൾക്ക് ഭക്ഷണം വാരിക്കൊടുത്താലും രോഗം പകരാം. ഈച്ചകൾ ഇരുന്ന ഭക്ഷണ സാധനങ്ങളിലും പഴങ്ങളിലും പച്ചക്കറികളിലും രോഗാണുക്കൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ നിന്ന്, മാർക്കറ്റുകൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കടകളിൽ നിന്നോ പഴങ്ങളും പച്ചക്കറികളും വാങ്ങുമ്പോൾ നല്ലപോലെ കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവയിലെല്ലാം ഈച്ചകൾ വന്നിരിക്കുന്നുണ്ടാകാം. രോഗം വരാതിരിക്കാൻ നമ്മൾ ഈ വക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായി മലവിസർജനത്തിന് ടോയ്ലറ്റ് ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കും മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം 5 മിനിറ്റ് വെട്ടിത്തിളയ്ക്കണം. തിളച്ച വെള്ളത്തിൽ പിന്നീട് പച്ചവെള്ളം ചേർക്കരുത്. ഗുണമേന്മയുള്ള വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ ഈച്ച ഇരിക്കാൻ ഇടവരുത്തരുത്. സാലഡിലും മറ്റും ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കിണറുകൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുക. കടകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം പലപ്പോഴും മലിനമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഐസ് ഉപയോഗിച്ച്
ജ്യൂസുകളെല്ലാം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള കടകളിൽ നിന്ന് അത് വാങ്ങാതിരിക്കുക. ശുചിത്വം ഉറപ്പുവരുത്തുക. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതൽ ഗുരുതരമാകാൻ സാധ്യത. കുട്ടികൾ പുറത്തുപോയി വരുമ്പോഴും മലവിസർജനത്തിനു ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുന്നുണ്ടെന്ന് മുതിർന്നവർ ഉറപ്പുവരുത്തണം. രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ സ്കൂളിലോ മറ്റു കൂട്ടായ്മകളിലോ വിടരുത്. 4 ഉപവിഭാഗങ്ങളാണ് ഷിഗല്ലയ്ക്കുള്ളത്. അതിലൊന്നാണ് ഷിഗെല്ലെ സോണിയെ ഇപ്പോൾ കേരളത്തിലുള്ളത്. മറ്റുള്ളത് ഷിഗെല്ലെ ബോയ്ഡി, ഷിഗെല്ലെ ഫ്ലെക്സ്നേരി, ഷിഗെല്ലെ ഡിസെൻറ്റീരിയ എന്നിങ്ങനെ 4 ഉപവിഭാഗങ്ങളുണ്ട്. ഷിഗെല്ലെ സോണിയെയാണ് ഇത്തവണ സംസ്ഥാനത്ത് മരണം വിതച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സാ മാർഗം. അഥവാ ഇത് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാൻ മാർഗങ്ങളുണ്ട്, മരുന്നുകൾ ലഭ്യമാണ്, പേടിക്കേണ്ട കാര്യമില്ല. വളരെ കുട്ടികളിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും പ്രായമായവരിലും മാത്രമാണ് ഇത് അപകടം ഉണ്ടാക്കാറുള്ളത്. രോഗം ഉണ്ട് എന്ന് സംശയിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് മരണം സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അപകടസ്ഥിതി ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി.